വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ലൂസിഫർ പള്ളി, ഡ്രാക്കുള പള്ളി കേട്ട് കാണുമായിരിക്കുമല്ലോ. നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച ലൂസിഫർ ഷൂട്ട് ചെയ്ത പള്ളി കാണാൻ വേണ്ടി പോവാണ്. വാഗമണിലെ ലോൺട്രി എന്ന സ്ഥലത്ത് തേയിലക്കാടുകൾ ചുറ്റപ്പെട്ട് കിടക്കുന്നൊരു കിടുക്കം പള്ളിയാണ്. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം അവിടുത്തെ അടിപൊളി കാഴ്ചകളായിരുന്നു ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് വരാൻ പോകുന്നത്. എൻ്റെ കൂടെ നമ്മുടെ സ്വന്തം ക്യാമറമാൻ സുജേഷ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഇക്രുമോൻ ചെറിയ പണി മുടക്കുന്നുണ്ട്. സുജേഷിൻ്റെ സ്വന്തം റൈഡിങ് പാർട്ട്ണറിനാണ് നമ്മൾ പോകുന്നത്. സമയം ഇപ്പം ഓൾമോസ്റ്റ് 3 മണിയായി. ആ വെയിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുമായിരുന്നു. ഇവിടെ നേരെ ഇനി വാഗമണ്ണ്, അത് കഴിഞ്ഞിട്ട് ലൂസിഫർ പള്ളിയും കാര്യങ്ങളൊക്കെയാണ്. വഴി അത്ര പിടുത്തമില്ല. അപ്പം ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പുതറയിൽ ലോൺട്രി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞു. അപ്പം നേരെ അങ്ങോട്ട് പോകാം. പോകുന്ന വഴിക്കുള്ള കിടുക്കം നല്ല കുറേ വിഷ്വൽസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. അപ്പം സമയം കളയാൻ നമ്മൾ പോവാണ്. പോവാം. ഓക്കെ. ഈ ഒരു ചർച്ചില്ല ഇവിടെ ലൂസിഫർ ഷൂട്ട് ചെയ്തേ, അവിടെയാണോ? അവരത് കഴിഞ്ഞിട്ട് ഒരു കട്ടിട്ടോ എണ്ണ. അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിവിടെ നമ്മുടെ ലോൺട്രിയിലെ ഡ്രാക്കുള പള്ളിയുടെ ഫ്രണ്ട് വന്നിരിക്കുകയാണ്. അപ്പം നേരെ ഉള്ളിലോട്ട് പോകാം. ഉള്ളിൽ പോയിട്ട് ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ ഗേറ്റും കാര്യങ്ങളും. അപ്പോൾ ഇതിവിടെ പൂട്ടിയിട്ടേക്കുവാണ്. അപ്പോൾ നമുക്കിതിൽ ആൾക്കാർക്ക് കയറാൻ വേണ്ടി ഇതുവഴി ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഒരാൾക്ക് കഷ്ടിച്ച് കയറാൻ മാത്രമുള്ള സ്പേസേ ഉള്ളൂ ഈ ഗേറ്റിനകത്തുകൂടി. ഈ പള്ളിയുടെ കോമ്പൗണ്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്നത് ലൂസിഫർ മൂവിയും ലാലേട്ടനെയും പൃഥ്വിരാജിനെയൊക്കെയാണ് ഓർമ്മ വരുന്നത്. ലൂസിഫർ മൂവി കണ്ട ആൾക്കാർക്ക് അറിയാം, ഈ ഭാഗത്തായിട്ടാണ് ലാലേട്ടൻ്റെയും മഞ്ജുവാര്യയുടെയും കാറുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. ആ പടത്തിൻ്റെ വളരെ സുപ്രധാനമായ പല സീനുകളും ഷൂട്ട് ചെയ്തത് ഈ പള്ളിയുടെ കോമ്പൗണ്ടിൽ വെച്ചാണ്. അതുകൊണ്ട് ഈ ഡോറ് വഴി ലാലേട്ടൻ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് ഈ കലറയാണെന്ന് തോന്നുന്നു. ഈ കലറ ആ ഭാഗത്തു നിന്നുകൊണ്ടാണ് മഞ്ജുവാര്യരുമായിട്ടുള്ള കോമ്പിനേഷൻ സീനുകളും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത്. പിന്നെ ഈ പള്ളിയിലോട്ട് എത്തിപ്പെടാൻ ഞങ്ങൾ വളരെയേറെ കഷ്ടപ്പെട്ടു. ഗൂഗിൾ മാപ്പ് നോക്കി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വേറെ പല പള്ളിയിലോട്ടുമാണ് ഞങ്ങളെ കാണിച്ചു പോയത്. അതുകൊണ്ട് നേരെ ഉപ്പുതറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന ശേഷം ലോൺട്രി ടി എസ്റ്റേറ്റ് അല്ലെങ്കിൽ ലോൺട്രി CSI ചർച്ച് എന്ന് സെർച്ച് ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റുള്ളൂ. ഞങ്ങളിങ്ങോട്ട് എത്തിപ്പെടാൻ കുറേ സമയം എടുത്തു. ഞങ്ങളിവിടെ കിടന്ന് ഈ തൊട്ടടുത്തുള്ള ഏരിയകളെല്ലാം കൂടെ ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനതിലേക്ക് ഇറങ്ങി കാണാൻ ഇവിടെ പണ്ട് ജോലി ചെയ്തിട്ട് ആളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ചേട്ടാ, ഈ മരത്തിൻ്റെ കഥ എന്താണെന്നറിയാമോ ചേട്ടന്? ഈ മരത്തിൻ്റെ കഥ എന്ന് പറയുന്നത് ഇത് വെള്ളിലാവാണ്. വെള്ളിലാവോ? ഈട്ടിയല്ലേ? ഈട്ടിയല്ലേ, വെള്ളിലാവ്. ഓക്കെ. കാരണം ഇവിടെ ഞാൻ 1986 കപ്പിയാരായിരുന്നു. കപ്പിയാരായിരിക്കുമ്പോൾ ഞാൻ ഈ മരത്തെ കൂടിയെല്ലാം കയറി മൈക്ക് കെട്ടാനും കൺവെൻഷൻ സമയത്തൊക്കെ കയറി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അപ്പം ഈ പള്ളി അന്നും ഇന്നും ഒരുപോലെയാണ്. അന്ന് ആ പള്ളിയുടെ ഫ്രണ്ട് ഇല്ലായിരുന്നു. ഇത് ലൂസിഫർ ചർച്ച് എന്ന് വന്നതിന് ശേഷമാണ് അതിന്റെ ഫ്രണ്ട് എടുത്തത്. ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് അവർ ചെയ്തു തന്നല്ലേ. ശേഷമാണ് ഇത്. ഓക്കെ ഓക്കെ. ഈ മരം ഉണങ്ങിപ്പോയെന്നുള്ളതാണ്. ഇത് എന്ത് പറ്റിയെന്നറിയോ? അന്ന് പച്ച ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു 4-5 വർഷമായിട്ട് ഉണങ്ങി നിൽക്കുക ആണല്ലേ. കാരണം എന്റെ അപ്പനും അമ്മയും ഇവിടെ കിടപ്പുണ്ട്. എന്റെ അപ്പനും അമ്മയും ഇതാണ് മരിച്ചടക്കിയിരിക്കുന്നത്. ഇവിടെയാണ് ഈ സ്ഥലത്താ? ഇതാണ് അപ്പനും അമ്മയും കിടക്കുന്ന സ്ഥലം. കാരണം എപ്പോഴും ഞങ്ങൾ വന്ന് നോക്കിയും കാണുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കറക്റ്റ് അറിയാവുന്നത്. എന്റെ രാജു അല്ലേ? ഇവിടെ മറ്റേ കുർബാന കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടോ ചേട്ടാ? എങ്ങനെയാ? കുർബാന കാര്യങ്ങൾ നടക്കാറുണ്ട്. കുർബാന എന്ന് പറയുമ്പോഴത്തേക്കും
CSIക്കാര്, യാക്കോവക്കാര്, മർത്തോമക്കാര്. മർത്തോമക്കാർക്ക് ഇപ്പൊ സ്വന്തമായിട്ട് ഏലപ്പാറ ചർച്ചുണ്ട്. യാക്കോവക്കാർക്കും സ്വന്തമായിട്ട് കാറ്റടിക്കവലെ ചർച്ചുണ്ട്. CSIക്കാർക്കും ചർച്ചുണ്ട്. എന്നാലും ഈ സ്ഥലം പോകാതിരിക്കാൻ വേണ്ടി CSIക്കാരാണ് ഇതിപ്പോ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരാണ് മറ്റേ സിനിമ ഷൂട്ടിങ്ങിന് കൊടുത്തതും മറ്റു കാര്യങ്ങളെല്ലാം. കാരണം ഈ പള്ളി മൊത്തം പോയതാണ്. എന്നാലും ഇപ്പോൾ പുതുക്കിയതിന് ശേഷം പോയവരെല്ലാം തിരിച്ച് മാസത്തിൽ ഒരാരാധനയ്ക്ക് യാക്കോക്കാർ വരുന്നുണ്ട്. അല്ലാത്ത സമയങ്ങളിൽ CSIക്കാർ എല്ലാ ആഴ്ചയിലും ഇവിടെ ആരാധന നടക്കുന്നുണ്ട്. ആർക്ക് വന്ന് സംബന്ധിക്കാനും പറ്റുന്നതാണ്. അതുകൊണ്ട് രാവിലെ വരുവാണെങ്കിൽ 11 മണിക്കാണ് ആരാധന നടക്കുന്നത്. ആ സമയത്ത് വരുവാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും കൂടാൻ ഞായറാഴ്ച ദിവസം. അപ്പോൾ എപ്പോൾ വേണേലും ഈ ലൂസിഫർ ചർച്ചിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുക. വന്ന് കാണുക, വന്ന് ഈ പ്രദേശം വന്ന് കാണുക. പിന്നെ ഇവിടെ വന്നവര് ഇവിടെ മാത്രമേ ഇത് കാണുന്നുള്ളൂ. എന്നാൽ ആ കാണുന്ന സ്ഥലത്ത് പോവുകയാണെങ്കിൽ ഒരു 4 ഒരു കുറ്റി പോലൊരു സാധനമുണ്ട്. അതിൽ നിന്നും റോപ്പ് ടീ ഫാക്ടറിയിലേക്ക് സായിപ്പന്മാരുടെ കാലത്ത് അങ്ങോട്ട് കയറ്റി അയക്കുന്നൊരു റോപ്പ് വഴി ഇവിടെ കളക്ട് ചെയ്തിട്ട് അവിടുന്ന് റോപ്പ് വഴി ഈ പ്രദേശത്തെ മൊത്തം കുളന്നാണ് പറഞ്ഞത്. ആ കുളന്തെടുത്ത് അവിടുന്ന് റോപ്പ് വഴി നേരെ ഫാക്ടറിക്ക് അപ്പുറത്തോട്ടല്ലേ? അപ്പുറത്തോട്ട്. ഈ കാണുന്ന മലയുടെ അപ്പുറത്ത് നിൽക്കുന്ന ആ മരത്തിന്റെ ഈ മരം, ഈ കാണുന്ന മരം. ഓക്കെ, ദൂരമല്ല, നമുക്കൊരു 50 മീറ്റർ ദൂരം ഇവിടുന്ന്. അപ്പോൾ അവിടെ അങ്ങോട്ട് വഴിയൊക്കെ ക്ലോസ് ആണ്. റോഡ് കാട് പിടിച്ച് കിടക്കുന്ന ആരും അങ്ങോട്ട് പോകാറില്ല. അപ്പൊ ഇനി വരുന്നവര് അവിടെയും പോയി അത് കണ്ടിട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ചർച്ച് മാത്രം കാണാതെ അതും കൂടി അവിടെ നിന്ന് ആ ഫാക്ടറിയും കാണാം. അതുപോലെ തന്നെ ഇവിടെ CSI ചർച്ച് കാറ്റാടിക്കവല കാണാം. യാക്കോവ് ചർച്ച് ഈ മലക്കപ്പുറമാണോ? കാറ്റാടിക്കവല ഈ മലക്കപ്പുറം. അപ്പൊ നല്ല ഈ 2 പള്ളിയും അടിപൊളി പള്ളിയാണ്. അവിടെയും വേണേ ആരാധനയ്ക്ക് നിങ്ങൾക്ക് കൂടാനുള്ള സമയമുണ്ട്. കുർബാനയ്ക്ക് കൂടാനുള്ള സമയമുണ്ട്. ആര് വന്നാലും അതും കൂടി നിങ്ങൾ കണ്ടിട്ട് പോകുക. ഇത് മാത്രം കാണാതെ ഇവിടുത്തെ പുരോഗമനം എന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോകും. 1951 ഫെബ്രുവരി 15 JM വിൽക്കി എന്നൊരു സായിപ്പാണ് ഈ പള്ളി പണി കഴിപ്പിച്ചത്. തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി പണി കഴിപ്പിച്ചതാണ് ഈ പള്ളി, ഈ സായിപ്പ്. ചുറ്റുവട്ടത്തായി പല വിഭാഗക്കാരുടെ പള്ളികൾ വന്ന ശേഷം ഇങ്ങോട്ട് ആളുകൾ വരാതെയായി. അതിനെ തുടർന്ന് ഈ പള്ളി അടച്ചിടുകയും ആളുകൾ വരാതാകുകയും ചെയ്തു. അപ്പോൾ ഈ പള്ളിയെ നാട്ടുകാർ വിളിച്ചൊരു പേരാണ് ഡ്രാക്കുള പള്ളി എന്ന്. അല്ലാതെ ഇവിടെ ഒരു തരത്തിലുള്ള പ്രേതബാധയോ ശല്യങ്ങളോ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ ഇവിടെ നാട്ടുകാർക്കോ ആർക്കും ലൂസിഫറിന് ബാക്കിയായിട്ടുള്ള എമ്പുരാൻ വരുന്നുണ്ട്. ആ മൂവിയിൽ ഇതുണ്ടാവോ ഇല്ലയോ എന്ന് അറിയില്ല. ലൂസിഫർ ഫസ്റ്റ് പാർട്ടിൽ വളരെ അധികം നിർണായകമായ സീനുകൾ ഷൂട്ട് ചെയ്ത ഏരിയയാണ്. ഇപ്പോൾ സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവോ ഇല്ലയോ എന്ന് അറിയില്ല. എന്താണെങ്കിലും എമ്പുരാൻ 2 വരുന്നോടെ വരെ വെയിറ്റ് ചെയ്യാം. അപ്പം ഈ പള്ളി പണ്ട് ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾക്കും ഈ ചുറ്റുവട്ടത്തെ ആൾക്കാർക്ക് വേണ്ടിയും തുറന്നു കൊടുത്തൊരു പള്ളിയായിരുന്നു. ഇതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നേരത്തെ ലൂസിഫർ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് ശേഷം ആശീർവാദ് ഫിലിംസാണ് ഈ പള്ളി ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള ആക്കി കൊടുത്തത്. അതിൻ്റെ ഫ്രണ്ടിൽ, ആ ചേട്ടൻ പറഞ്ഞാൽ ഫ്രണ്ടിൽ ഈ മോന്തായവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഈ പള്ളിയുടെ മണി ഇല്ലായിരുന്നു. പിന്നെയാണെങ്കിൽ ആ കുരിശ് വളരെ വലുതായിരുന്നു മൂവിയിൽ. അതിനുശേഷം അവരത് വേറെ ചെയ്തു കൊടുത്താണ്. ഈ മുള്ളുവേലിയും കാര്യങ്ങളൊക്കെ വെച്ചാൽ ഫുള്ള് ഏരിയ കവർ ചെയ്തു. ഇവിടുത്തെ ശവക്കല്ലറകളും കാര്യങ്ങളൊക്കെ അവരെല്ലാം ക്ലീൻ ആക്കി വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇപ്പം
ലൂസിഫർ ചർച്ചിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. പക്ഷേ നമുക്ക് സമയം അതിക്രമിച്ചുകൊണ്ട് ഞങ്ങളിവിടെ നിർത്തുകയാണ്. ഇതിലും നല്ലൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് ഞങ്ങൾ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.